ഉദ്ഘാടനം നിർവഹിക്കുന്ന ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, വേദിയിലുള്ള ബഹുമാന്യ സുഹൃത്തുക്കൾ, ഡെപ്യൂട്ടി മേയർ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, വിവിധ സംഘടനാ ഭാരവാഹികൾ, ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളുടെ തലവന്മാരടക്കം വേദിയിലുള്ള സുഹൃത്തുക്കളെ, സദസ്സിലുള്ള തൊഴിലാളികളായ ജീവനക്കാരായും എത്തിച്ചേർന്ന ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ ഈ മേഖലയിൽ, ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും അതോടൊപ്പം തൊഴിലാളി സംഘടനകളുടെയും സംരംഭകരുടെയുമെല്ലാം നിരന്തരമായ ആവശ്യമാണ് ഈ രംഗത്തേക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്ന നടപടികൾ ഉണ്ടാകണമെന്നുള്ളത്. ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായ മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള സംഘടനകളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് ഒരു സർക്കാർ സംവിധാനം ഒരുക്കുക എന്നത് നിരന്തരമായ ആവശ്യമായിരുന്നു. അത് യാഥാർത്ഥ്യമാകുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ വിവിധ മേഖലയിലെയും തൊഴിലാളി സംഘടനകളുടെയുമെല്ലാം ആയിരക്കണക്കായ പ്രവർത്തകർ ഇവിടെ ഈ പ്രഖ്യാപനത്തിൽ സാന്നിധ്യം വഹിക്കാൻ എത്തിച്ചേരുകയുണ്ടായി. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് പുതുതായി അംഗീകരിച്ച ഉപഭോക്തൃ സംരക്ഷണ നിയമം ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലെ അനഭിലഷണീയമായിട്ടുള്ള കച്ചവട പ്രവണതകൾ തടയുന്നതിനും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനുമായി 2021 ഡയറക്റ്റ് സെല്ലിംഗ് കേന്ദ്ര ചട്ടങ്ങൾ നിലവിൽ വരികയുണ്ടായത്. ആ ചട്ടപ്രകാരം, പ്രസ്തുത ചട്ടപ്രകാരം എല്ലാ സംസ്ഥാന സർക്കാരുകളും ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഒരു മോണിറ്ററിംഗ് സംവിധാനം രൂപീകരിക്കണമെന്ന് നിഷ്കർഷിക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് ഇന്നു മുതൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. മോണിറ്ററിംഗ് അതോറിറ്റിയിൽ സംസ്ഥാനത്തെ എല്ലാ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും പ്രതിനിധാനം ചെയ്യുന്ന അംഗങ്ങൾ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള തട്ടിപ്പ് കണ്ടാൽ പോലീസിൻ്റെയും GST വകുപ്പിൻ്റെയും അവരിലേക്ക് ശ്രദ്ധയിൽ കൊടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഇതിലൂടെ ഉറപ്പാക്കുന്നുണ്ട്. ഏതെങ്കിലും കമ്പനികൾ ഇതിൻ്റെ മറവിൽ നിക്ഷേപം സ്വീകരിച്ചാൽ ബഡ്സ് ആക്ട് വഴി നിയമ നടപടികൾ സ്വീകരിക്കാനും ഇതിനകത്ത് വ്യവസ്ഥ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഈ മേഖലയെ, ഈ വ്യവസായ മേഖലയിൽ ഇന്ന് 10,000-കണക്കിന് ജീവനക്കാരും തൊഴിലാളികളും തൊഴിലെടുക്കുന്ന ഒരു മേഖലയാണ്. അതിനെ സംരക്ഷിക്കുന്നതോടൊപ്പം അതിലെ ശരിതെറ്റുകൾ ജനങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ അത്തരം വിഷയങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ ഉൾപ്പെടെ നടത്തി ഈ രംഗത്തെ തൊഴിലെടുക്കുന്നവരെ സംരക്ഷിക്കുക എന്ന കാഴ്ചപ്പാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ എല്ലാ തൊഴിലാളി സംഘടനകളും, വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ, ഇതിൻ്റെ സംരംഭകരുടെ സംഘടനകളും സഹകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. പലവിധ ചർച്ചകളാണ്, പല ദിവസങ്ങളിൽ പല നിലവാരത്തിലുള്ള ചർച്ചകൾ, നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു മാർഗരേഖ തയ്യാറാക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറച്ചേറെ സമയമെടുത്തുവെങ്കിലും അത് നമുക്ക് ഭാവിയിൽ കേരളത്തിന്, ഈ മേഖലയ്ക്ക് വളരെ ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹകരണം ഇതിനുണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കളെയും വകുപ്പിന് വേണ്ടി ഞാൻ എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തൊഴിലില്ല, വരുമാനമില്ല, വീട്ടിൽ കിടന്നുറങ്ങാനൊക്കില്ല, വീട്ടിൽ കഞ്ഞി കുടിക്കാൻ വകയില്ല. ഈ തരത്തിലുള്ള അനുഭവിച്ച ലക്ഷക്കണക്കിന് ഈ മേഖലയിലെ വിതരണക്കാരെ
സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ മേഖലയിലെ ട്രേഡ് യൂണിയൻ രംഗത്ത് ഞാൻ പ്രവർത്തനം ആരംഭിച്ചത്. ആ സമയത്ത് തന്നെ ചന്ദ്രശേഖരനും അതുപോലെ AITC-യുടെ നേതാക്കന്മാരും ഒക്കെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും അവരുടെ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങൾ നടത്തി, സമരങ്ങൾ നടത്തി. അതിനുശേഷം കൂട്ടായ സമരം നടത്തി. ആ കൂട്ടായ സമരത്തിൻ്റെ ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡ് ലൈൻ കേരളത്തിൽ ഗവൺമെൻറ് കൊണ്ടുവന്നു. ഈ ആവശ്യം പറയാൻ എൻ്റെ ഓർമ്മ ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു. ആ ഗൈഡ് ലൈൻ പോലീസ് അംഗീകരിക്കുന്നതിൻ്റെ വീണ്ടും ആക്രമിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ വിപുലമായ ഒരു പ്രക്ഷോഭണം, എനിക്ക് തോന്നുന്നത് കേരളത്തിലുണ്ടായിരുന്ന മിക്കവാറും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കൂടെ ആളുകളുണ്ടെന്ന് പറഞ്ഞ് കുറേ പേരെ വിളിച്ചു വന്നിരുന്നു. വലിയ പ്രകടനമാണ് നടത്തിയത്. അതിനുശേഷം ഗവൺമെൻറ് ആ ഗൈഡ് ലൈൻസും തിരുത്തി പോലീസുകാർക്ക് മേലധികാരികൾ അറിയാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും കേസെടുക്കാനും കഴിയില്ല, അതെല്ലാം കാണിക്കണം എന്ന നിലയിൽ കൊണ്ടുവന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ശ്രീ മുഹമ്മദ് ഷഫീഖ് IAS ക്ഷണിക്കുന്നു. വേദിയിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെറ്റീരിയോളജി വകുപ്പ് മന്ത്രി ശ്രീ GR വനിൽ അവർകൾ, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി പ്രതിനിധി, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എല്ലാവർക്കും നമസ്കാരം. ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയെ നിയന്ത്രിക്കുന്നതിനുള്ള സംസ്ഥാന മാർഗരേഖയുടെ പ്രകാശനവും ഓൺലൈൻ എൻറോൾമെൻറ്റായി വികസിപ്പിച്ച വെബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനം ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നൽകുന്ന വീഡിയോകളുടെ പ്രകാശനവും ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെട്ടു. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെറ്റീരിയോളജി വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അവർകളാണ്. ആദ്യമായി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മാർഗരേഖ പ്രകാശനവും വെബ്സൈറ്റ് ഉദ്ഘാടനം ബോധവൽക്കരണം വീഡിയോകളുടെ പ്രകാശനവും നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ള MLA വട്ടിയൂർക്കാവ് ശ്രീ PK പ്രശാന്ത് അവർകൾ, ശ്രീ PK രാജു ഡെപ്യൂട്ടി മേയർ അവർകൾ, ബഹുമാനായ ശ്രീ KG സനൽകുമാർ ലോ സെക്രട്ടറി അവർകൾ, ബഹുമാനായ അജിത് കുമാർ D ജുഡീഷ്യൽ മെമ്പർ CDRC അവർകൾ, ബഹുമാനായ പ്രൊഫസർ KJ ജോസഫ് ഡയറക്ടർ ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ ആൻഡ് ഫൈനാൻസ് അവർകൾ, ബഹുമാനപ്പെട്ട VK അബ്ദുൽ ഖാദിർ കൺട്രോളർ ലീഗൽ മെട്രോളജി, ശ്രീ S ചന്ദ്രൻ അഡീഷണൽ SIO, ശ്രീ ഹരികുമാർ C വാർഡ് കൗൺസിലർ, श्री KO हबीब CITU, श्री R चंद्रशेखर INTUC, EC सतीशन AITUC, मधुकुमार KV BMS, KP नौशाद STU, समीर K मोदी IDSA, देवानंद बालसुब्रमण्यन FDSA, राहुल सुदन FIDSI, अजय सूरी FIDSI. എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു.